ജിമ്മിലൊക്കെ പോയിട്ട് എന്ത് കാര്യം, ഇതിനൊക്കെ എവിടെയാണ് നേരം? ഇങ്ങനെ കുറേ നെഗറ്റീവ് ചിന്തകളുമായി നടക്കുന്ന ഒരുപാട് ആളുകളും നമുക്കിടയിലുണ്ടല്ലേ. അവർക്കുള്ള വാർത്തയാണ് അടുത്തത്. ഭക്ഷണം കഴിക്കാൻ വരുന്നവർ പണം കൊടുത്താൽ അവരുടെ മുഖത്ത് വെയിറ്റർമാർ അടിക്കുന്ന ജപ്പാനിലെ വിചിത്രമായ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് തത്സമയ റിപ്പോർട്ടറിൽ നേരത്തെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പറയാൻ പോകുന്നത് ജപ്പാനിൽ തന്നെയുള്ള ഒരു കഫേയെക്കുറിച്ചാണ്. നെഗറ്റീവ് ചിന്തകളുമായി നടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. ജീവിതത്തിൽ എനിക്ക് മാത്രം ഒന്നും ശരിയാകുന്നില്ലല്ലോ, കാര്യമൊന്നും നന്നായി നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നവർക്ക് മാത്രമാണ് ഈ കഫേയിലേക്ക് പ്രവേശനമുള്ളത്. നെഗറ്റീവ് കഫേ ആൻഡ് ബാർ എന്ന റെസ്റ്റോറൻറ്റിലെ വിഭവങ്ങൾക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്ന എല്ലാവരെയും ആ കഫേ സ്വാഗതം ചെയ്യുകയാണ്. കണ്ടോ, റിലാക്സ് എന്നാണ് ആ കഫേയുടെ മുൻഭാഗത്ത് തന്നെ ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ജപ്പാൻ ഭാഷയിലും അത് എഴുതി വെച്ചിട്ടുണ്ട്, ജപ്പാനീസ് ഭാഷയിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയാൽ എങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റുന്നത്, നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ആക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിൽ ഉണർന്നിട്ടുണ്ടാകും, എന്നിലുണ്ട്. അത് നമുക്ക് അക്ഷയ ബിജുവിനോട് തന്നെ ചോദിക്കാം. അക്ഷയ, അപ്പോൾ ഈ നെഗറ്റീവ് കഫേയിലേക്ക് പോയാൽ നമ്മളൊക്കെ പോസിറ്റീവായിട്ടാണോ മടങ്ങി വരിക? ഈ കഫേ എത്ര കാലമായി ജപ്പാനിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് അതിനുള്ളൊരു റിയാക്ഷൻ, അതിനുള്ളൊരു പ്രതികരണം എങ്ങനെയാണ് ജപ്പാനിലെ സമൂഹത്തിൽ നിന്ന്? ഒരിക്കലും പോസിറ്റീവ് ആകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ല അദ്ദേഹം ഇത് തുടങ്ങിയെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബി പോസിറ്റീവ് എന്ന്. നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നേരിടണം, എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കണം എന്നൊക്കെ. പക്ഷേ അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും ഒന്നും അങ്ങനെ കഴിഞ്ഞു എന്ന് വരില്ല. നെഗറ്റീവായിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. എപ്പോഴും പോസിറ്റീവാണ് നല്ലതെന്ന് എല്ലാവരും പറയുമ്പോഴും നെഗറ്റീവായിരിക്കുക എന്നുള്ളത് ഒരു മോശം കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ഒരിടം വേണമല്ലോ. ആ ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഈ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഇത് തുടങ്ങിയിരിക്കുന്ന ആളും ഒരു വിഷാദ രോഗിയായിരുന്നു. കോവിഡിൻ്റെ സമയത്താണ് ഇത് തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെയും കുറച്ച് വൈകിയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന, ഇങ്ങനെ കുറച്ച് വിഷമങ്ങളും വിഷാദങ്ങളും ഒക്കെ ഉള്ള ആളുകൾക്കും വന്നിരിക്കാനൊക്കെ ഒരു ഇടമെന്നുള്ള രീതിയിലാണ്. സാധാരണയുള്ള കഫകൾ പോലെയൊന്നുമല്ല. നമുക്ക് അവിടെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം, നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നാണെങ്കിലും അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്, മുറികളുണ്ട്, അതുപോലെ ഒരുപാട് വുഡ് വർക്ക്സും അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കഫേയാണിത്. പക്ഷേ അവിടെ ചെന്നാൽ അവിടുന്ന് എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് എങ്കിലും കഴിക്കണം എന്നുള്ളതാണ്. ഇതൊരു ഭക്ഷണം കൂടുതൽ കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്കാൾ ഉപരി ഇങ്ങനെയുള്ള ആളുകൾക്ക് വന്നിരിക്കാനും ഒത്തുചേരാനും ഒക്കെ ഉള്ള ഒരു ഇടം എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് കണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉള്ള വിഭവങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. സാധാരണ ഉള്ള പോലത്തെ പേരുകളെയല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ലോങ് ആയിട്ടുള്ള പേരുകളാണ് ഈ വിഭവങ്ങൾക്കൊക്കെ ഉള്ളത്. എന്തായാലും ഈ റെസ്റ്റോറൻറ്റിന് വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത്. കാരണം നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഡിപ്രഷനുള്ള വിഷാദാവസ്ഥയിലൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അപ്പോൾ അവർക്ക് ധൈര്യമായി കടന്നു ചെല്ലാനുള്ള ഒരിടം, അങ്ങനെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ അവർ കാണുന്നത്. എന്തായാലും നല്ലൊരാശയം. അദ്ദേഹം അത് നല്ല രീതിയിൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തോന്നലുണ്ടായതാണ്. അത് മനോഹരമായി അദ്ദേഹം നടപ്പിലാക്കി കുറച്ച് നാളുകളായി. എന്തായാലും